RSS പ്രവർത്തകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിൽ CPM പ്രവർത്തകനായ ടെൻഷൻ ശ്രീജിത്തിന് 14 വർഷം കഠിന തടവും 1.25 ലക്ഷം രൂപ പിഴയും വിധിച്ച തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. കേസിലെ മറ്റ് പ്രതികളായ ഷഫീഖിനും ഷൈജുവിനും 8 വർഷം വീതം കഠിന തടവും 75,000 രൂപ വീതം പിഴയും വിധിച്ചു. 2015 നവംബർ 23-നാണ് കണ്ണൂർ കുഴൂരിൽ വെച്ച് പ്രതികൾ RSS പ്രവർത്തകൻ റൈജേഷിന്റെ കൈപ്പത്തി വെട്ടിമാറ്റുകയും ക്രൂരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, RSS പ്രവർത്തകനായ റൈജേഷിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലാണ് ഇപ്പോൾ ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ടെൻഷൻ ശ്രീജിത്തിന് 14 വർഷമാണ് കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. 1,25,000 രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പിഴ അടച്ചില്ലെങ്കിൽ ശ്രീജിത്തിന് 1 വർഷവും 3 മാസവും കൂടി തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മറ്റ് 2 പ്രധാന പ്രതികളായ ഷഫീഖിനും ഷൈജുവിനും 8 വർഷം വീതം കഠിന തടവും കോടതി വിധിച്ചിട്ടുണ്ട്. കൂടാതെ 75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇവർ പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു ഈ റൈജേഷിന് നേരെ ഉണ്ടായത്. 2015 നവംബർ 23-ന് ബസ്സിൽ ജോലി ചെയ്യുകയായിരുന്ന റൈജേഷിനെ അതിക്രമിച്ച് കയറി എത്തിയ CPM പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. മേലാസകലം വടിവാൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും റൈജേഷിന്റെ കൈപ്പത്തി വെട്ടിമാറ്റുകയും ചെയ്യുകയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഈ കേസിലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ കേസിന്റെ വിധി കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊഴൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അവിടെ RSS പ്രവർത്തകനായ റൈജേഷിനെ ബസ്സിൽ കയറി CPMകാർ ആക്രമിക്കുകയായിരുന്നു. ഇതിൽ പ്രധാന പ്രതിയായ ഈ ടെൻഷൻ ശ്രീജിത്ത് എന്ന തെക്കേ കണ്ണോളി വീട്ട് ശ്രീജിത്ത് നിരവധി അക്രമ കേസുകളിൽ പ്രതിയാണ്. നിലവിൽ RSS പ്രവർത്തകനായ നിഖിലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ്. മാത്രമല്ല മറ്റ് പല കേസുകളിലും ഇയാൾ പെട്ടിട്ടുമുണ്ട്. നേരത്തെ ഈ കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കവേ പരോളിൽ ഇറങ്ങി ബാലസംഘം പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട ഇയാൾ വിവാദത്തിലാവുകയും ചെയ്തിരുന്നു. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.